ഇനി വെറും 2 മാസം മാത്രമാണ് ക്രിസ്മസ് എക്സാമിനുള്ളൂ. നിങ്ങൾ ഈ ആർട്സിന്റെയും സ്പോർട്സിന്റെയും ടൂറിന്റെ ഒക്കെ ഇടയിൽ എത്ര പേര് നന്നായിട്ട് നിങ്ങളെ സ്റ്റഡീസിനെ കൊണ്ടുപോകുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട്, സ്വന്തമായിട്ടൊന്നും ചോദിച്ചു നോക്കിക്കോളാം. കാരണം ഓൺ എക്സാം പൊതുവെ എല്ലാവർക്കും നല്ല ടഫ് ആയിരുന്നു. അതിനേക്കാട്ടും ടഫ് ആയിരിക്കും ഇനി വരാൻ പോകുന്ന എക്സാം. കാരണം ഇതുവരെ ഉള്ളതിനെക്കാട്ടും കൂടുതൽ ചാപ്റ്റേഴ്സും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ പഠിക്കുന്നില്ല, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ വളരെ ലാവിഷ് ആയിട്ട് നടക്കുകയാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് എക്സാം എഴുതുന്ന സമയത്തായിരിക്കും കുറച്ച് ദിവസങ്ങളും പഠിച്ചാൽ മതിയായിരുന്നു, എന്തെങ്കിലും നോക്കിയാൽ മതിയായിരുന്നു നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്തോളൂ. 24 മണിക്കൂർ ഇരുന്ന് പഠിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ പഠിക്കാനുള്ള കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഈ 24 മണിക്കൂർ ഇരുന്ന് പഠിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ എക്സാം ആകുമ്പോഴേക്കും വളരെ സിമ്പിൾ ആയിട്ട് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാനും നല്ല മാർക്ക് വാങ്ങാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും. അപ്പൊ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള കോർ വാല്യൂ എന്നാൽ നിങ്ങൾ മറന്നു പോകരുത്. വെറുതെ ഈ എൻജോയ്മെന്റിൽ പെട്ടിട്ട് നിങ്ങൾ വെറുതെ ഉള്ള സ്റ്റഡീസ് കൊണ്ടേ കളയരുത് കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പഠിക്കുക. 2 മാസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ലേസി ആയിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക.